Hi, welcome back to our channel SJS, the splendid jaunt towards symphony. റോമും പാലസ്തീനും ഉൾപ്പെടെ 195 ലോക രാജ്യങ്ങളിൽ വെറും 26 രാജ്യങ്ങളിൽ മാത്രമാണ് നിലവിൽ വനിതാ പ്രധാനമന്ത്രിയോ വനിതാ പ്രസിഡന്റോ ഉള്ളത്. ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യം എടുത്താലോ, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയെയാണ് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ളത്. ശ്രീമതി ദ്രൗപദി മുർമുവും പ്രതിഭ പാട്ടീലും ഉൾപ്പെടെ 2 വനിതാ പ്രസിഡന്റുമാർ. ഇനി നമ്മുടെ സംസ്ഥാനങ്ങളുടെ കാര്യം ഒന്ന് പരിശോധിച്ചാലോ. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും ഉള്ള നമ്മുടെ രാജ്യത്ത് ഡൽഹിയിലും ബംഗാളിലും മാത്രമാണ് വനിതാ മുഖ്യമന്ത്രിമാരുള്ളത്. സ്ത്രീ സുരക്ഷയിലും സാക്ഷരതയിലും ഒക്കെ വളരെയേറെ മുന്നോട്ട് പോയി എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാര്യം പരിശോധിച്ചാലോ, ഇന്നേ വരെ നമുക്കൊരു വനിതാ മുഖ്യമന്ത്രിയെ സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല. ശൂന്യാകാശത്തും കടലിന്റെ ആഴങ്ങളിലുമൊക്കെ സ്ത്രീ അവരുടെ സാന്നിധ്യം നമ്മളെ കാണിച്ചു തന്നു കഴിഞ്ഞു. അവിടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ധൈര്യപൂർവ്വം അവൾ എവിടെയും കടന്നു ചെല്ലുന്നു. ഏത് മേഖലയിലും അവൾ അവളുടെ കഴിവ് തെളിയിക്കുന്നു. പിന്നെന്തുകൊണ്ടാണ് അവൾക്ക് ഭരണരംഗത്തേക്കോ അല്ലെങ്കിൽ പൊതുരംഗത്തേക്കോ കടന്നു വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്? അല്ലെങ്കിൽ ആരാണ് അവളെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടയുന്നത്? സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യവുമായി മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെയായി. 1858 ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന 15,000-ൽ പരം വനിതകളുടെ ഒരു പ്രതിഷേധം, തുല്യവേതനം, കുറഞ്ഞ ജോലി സമയം, വോട്ടവകാശം എന്നീ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സമരം, അവിടെ നിന്നാണ് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യാത്രയുടെ തുടക്കം. പിന്നീട് ആ സമരം ആരംഭിച്ച മാർച്ച് 8 നമ്മൾ വനിതാ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. സ്ത്രീ സുരക്ഷയും സാക്ഷരതയും വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ ലക്ഷ്യമാക്കി വനിതാ ശാക്തീകരണവും വനിതാ ദിനാചരണവും ഒക്കെ തുടങ്ങിയിട്ട് കാലങ്ങളിലേറെയായി. പഞ്ചായത്ത് രാജ് എന്ന സംവിധാനം നിലവിൽ വന്നിട്ടും വർഷങ്ങൾ കുറെയായി. 50% സംവരണം എന്ന ഉറച്ച തീരുമാനത്തിന്റെ മേൽ വനിതകൾ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ബ്ലോക്കിലുമൊക്കെ 50% സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുമ്പോഴും അവിടെയൊക്കെ അവരുടെ കഴിവുകൾ അവർ തെളിയിക്കുമ്പോഴും എന്തുകൊണ്ട് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അവർക്ക് മത്സരിക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ അവരെ നമ്മൾ അതിന് അനുവദിക്കുന്നില്ല? സ്ത്രീകൾ കഴിവ് തെളിയിക്കാഞ്ഞിട്ടാണെന്നോ അവർ കഴിവ് കുറഞ്ഞവരുണ്ടായതുകൊണ്ടാണെന്നോ ഒന്നും നമുക്ക് പറയാനുള്ള അവകാശമില്ല. എനിക്ക് തോന്നുന്നത് കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിക്കുകയും സെറ്റസാരിയും മുല്ലപ്പൂമാലയും ഒക്കെ അണിഞ്ഞ് ഭൂമുഖവാദിക്കളിൽ സ്നേഹം വിടർത്താൻ വേണ്ടി കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കവി ഭാവനയിലുള്ള സ്ത്രീ സങ്കല്പങ്ങളോടാണ് ഇപ്പോഴും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ പ്രിയം. ആ സങ്കല്പങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. സ്ത്രീയെ അവരുടെ അവകാശങ്ങളിലേക്കും അവരുടെ കടമകളിലേക്കും കർത്തവ്യങ്ങളിലേക്കും അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വാസമുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് നയിക്കാൻ സാധിക്കണം. അത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പുരുഷന്മാരുടെയും കൂടെ കടമയാണ്. ഹിലാരി ക്ലിന്റൺ പറഞ്ഞ പോലെ ഈ ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കാതിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ ശക്തിയാണ്. ആ സ്ത്രീ ശക്തിയെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.